എഗ്ഗ് ടിക്ക മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ടൊമാറ്റോ, 4 പച്ചമുളക്, ഒരു കൈപ്പിടി മല്ലിയില. ഈ പച്ചമുളക് അധികം എരിവുള്ളതല്ലേ. ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടൊമാറ്റോയും മല്ലിയിലയും പച്ചമുളകും ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അതനുസരിച്ച് സവാളയിലൊക്കെ വ്യത്യാസം വരുത്താം. ഞങ്ങളിപ്പോൾ 5 പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി വേണം, അതുകൊണ്ട് 6 സവാള എടുത്തു. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഗ്രൈൻഡ് ചെയ്യുന്നതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കുമേ, കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട്. ഇപ്പം ഞാൻ ഈ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കടായി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. കടുകും ജീരകവും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 10-12 അല്ലി വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞ സവാള, ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റ്, ഇച്ചിരി ഉപ്പിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പേസ്റ്റ് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. ഒത്തിരി മസാലകളുടെ ആവശ്യമില്ല. മസാലയുടെയൊക്കെ പച്ചമണം പോകണം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല, ഇത് ഇത്തിരി തിക്കായിട്ടിരിക്കുന്ന കറിയാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. ഇവിടെ ഞാൻ മുട്ട കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട കട്ട് ചെയ്യുന്നത് ഒരു നൂലും കൊണ്ട് ഇങ്ങനെ മുട്ടയുടെ നടുക്കൂടി ഇങ്ങനെ വലിച്ചിട്ട് അതിങ്ങനെ കൈ കൊണ്ട് പൊളത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കൊരു വിടുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ നമ്മുടെ പിച്ചാത്തിയും കൊണ്ട് നൈഫും കൊണ്ടൊന്ന് അകത്തോടൊന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നേ. അപ്പം കറിക്കകത്ത് ഇങ്ങനെ മുറിച്ച് മുട്ട ഇടുന്നത് കാണാനാ ഭംഗി. ഇവിടെ പിള്ളേർക്ക് മുറിച്ചത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണയും മുറിച്ചിട്ടിട്ടുള്ളേ, ബാക്കി ഞാൻ മുഴുവനെ ഇടുമായിരുന്നു. അപ്പം കറി ഇവിടെ ഞാൻ അടച്ചു വെച്ചിട്ടിപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇത് അധികം പുളിയുള്ള തൈരല്ല, പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും ചേർക്കരുതേ. എന്നിട്ട് തൈര് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകുന്നത് പോലെ തോന്നും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, ഇത് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ഇച്ചിരി തണുത്തിരുന്നതുകൊണ്ട് ഞാനൊന്ന് പാനിലിട്ട് ചെറിയ തീയിലിട്ടിതൊന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ കൈയും കൊണ്ട് ഇങ്ങനെ ഞെവിടുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മലായി പാൽപ്പാട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ കസൂരി മെത്തി കൈ കൊണ്ട് ഞെരടി അതുകൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മലായി ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാമേ, 1-2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ടയും ഇട്ടിട്ട് ആ മസാല എല്ലാം കൂടെ മുട്ടയുടെ മുകളിലോട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.